കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് താറിന്റെ കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. ഒരു വിഭാഗം ആൾക്കാർ അതിന്റെ ഇടയിൽ അടുത്ത ട്രോളായിരുന്നു. സുധിച്ചേട്ടനെ വിറ്റ് ഞാൻ താറ് മേടിച്ചു എന്നുള്ളത്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് പച്ചക്കറിയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണ പോലെയല്ലല്ലോ. ഇയാൾ എന്ത് ഭാവിച്ചാ ആകെ കൊളാകുന്ന മട്ടുണ്ട്. സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവാണോ? സുധിച്ചേട്ടന്റെ കണ്ടന്റ് നമ്മൾ ഇപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും. നാളെയാണ് വണ്ടി എടുത്ത വീഡിയോ നമ്മൾ റീലായിട്ട് അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കാറ് കിട്ടുമെന്ന്. എനിക്കത് ഇന്ന് വരെ അങ്ങനെ കിട്ടിയിട്ടില്ല. സത്യമാണോടു? മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണ ലാഘവത്തിൽ ആരും ജഡ്ജ് ചെയ്യരുത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്താ ഉറക്കം വരുന്നു. അതായത് താറ് നമ്മള് എന്താ പറയാ, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ മേടിച്ച ഒരു വണ്ടിയാണത്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂ? അതെ അതെ, ഞാനങ്ങനെ മണ്ടത്തരം കാണിക്കില്ല. ഇപ്പൊ രേണു തന്നെ പല വീഡിയോസിലും, ഞാനായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? ഇത്രയധികം ഒരു കാറ് മേടിക്കേണ്ട കാശൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് എവിടെ എത്തും അല്ലേ? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ദയവ് ചെയ്ത്, അതായത് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്.